السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله مولانا العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, RSCയുടെ നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ RSCയുടെ തർത്തീൽ പരിപാടികളിൽ സംഗമിക്കാൻ വലിയ ഒരവസരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നിറങ്ങിയതു മുതൽ എല്ലാ സ്ഥലത്തും അതിന്റെ പരിപാടികളിൽ സംഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടി RSC ആരംഭിച്ചിട്ട് സത്യത്തില് കുറെ കാലമായി. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തർത്തീൽ എന്ന ഈ പ്രോഗ്രാമിനെ ഒന്നും കൂടെ വിപുലമാക്കാൻ ഈ വർഷം സംഘടന തീരുമാനിച്ചു എന്നത് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതായത് വിശുദ്ധ ഖുർആൻ പാരായണ രീതി ശാസ്ത്രപ്രകാരം അത് ഓതാൻ പഠിപ്പിക്കുക എന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നു. ഖുർആൻ ക്വിസുകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ചെയ്തിരുന്നു. അതൊന്നും കൂടെ വിപുലമായ രൂപത്തിൽ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് ഇത്തവണ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എല്ലായിടങ്ങളിലും RSCയുടെ ബന്ധപ്പെട്ടവരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ നിന്നും അത് ബോധ്യപ്പെട്ടു. ഈ തർത്തീൽ എന്ന നാമകരണം സത്യത്തിൽ ഈ ഒരു സംരംഭത്തിന് നൽകിയത് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിൽ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട അതിമഹത്തായ ഒരു വചനമുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയാണ്, നബിയെ, തങ്ങള് വളരെ സാവകാശം വിശുദ്ധ ഖുർആന്റെ പാരായണം നടത്തണം. ഖുർആൻ ഓത്തിന് പല രൂപങ്ങള്. തർത്തീലുണ്ട്, ഹദറുണ്ട്. അതൊക്കെ അതിന്റെ രൂപങ്ങളാണ്. അല്പ സ്പീഡിൽ ഓതുന്നതിനാണ് ഹദർ എന്ന് പറയാം. തർത്തീൽ എന്ന് പറഞ്ഞാൽ സാവകാശം ഉള്ള പാരായണം.
അതിൽ നിന്ന് ഒന്നും കൂടെ താഴോട്ടിറങ്ങുമ്പോഴാണ് തഹ്ഖീഖ് എന്ന ആ ഒരു സ്റ്റെപ്പ് ഉള്ളത്. അത് നമുക്കൊന്നും കഴിയില്ല. തഹ്ഖീഖ് എന്ന സ്റ്റെപ്പ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർക്കൊക്കെ നടക്കുള്ളൂ, ആ ഓത്ത്. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ് തർത്തീലായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചത്. രണ്ട് കാര്യമാണ് അവിടെ ഉള്ളത്. അത് രണ്ടിനും RSC പ്രാധാന്യം കാണുന്നു എന്നത് സന്തോഷത്തോടെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങുന്നത്. അതായത് തർത്തീലായി പാരായണം ചെയ്യുന്നത്, ഒന്ന്, ഖുർആൻ പാരായണം നടത്തുമ്പോൾ ഖുർആനിൽ അടുക്കി വെച്ചിട്ടുള്ള അക്ഷരങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ. സ്പീഡിൽ ഓതുമ്പോൾ പല അക്ഷരങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ വളരെ കൃത്യമായി, വളരെ സൂക്ഷ്മതയോടുകൂടെ ഓരോ അക്ഷരവും വീണു പോകാതെ കൃത്യമായി മൊഴിഞ്ഞ് അത് അതിന്റെ മഹ്റജും സിഫത്തും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. രണ്ട്, സാവകാശ പാരായണം ചെയ്യുമ്പോൾ കേവലം അക്ഷരങ്ങൾ കൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കാം നമ്മുടെ നാക്കിൻ തുമ്പത്തെന്ന് മാത്രമല്ല, അതിന് വേറെ ഒരു ഗുണമുണ്ട്. ആ ഗുണാണ് വളരെ മർമ്മം. അതെന്താ? ഈ ഓതുന്ന അക്ഷരങ്ങളുടെ ആശയ പ്രപഞ്ചങ്ങളെ മനസ്സിലിട്ട് ഇങ്ങനെ കറക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ആലോചിച്ചുകൊണ്ട് സാവകാശം എങ്ങനെ പാരായണം ചെയ്യാം. ഇപ്പൊ ഖുർആന്റെ അർത്ഥം അറിഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മനനമല്ലല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നടക്കുക. അവിടെ ഒരുപാട് ആലോചിക്കാൻ പറ്റും. ഈ ലോകത്തിന്റെ സംരക്ഷകനായ അള്ളാഹുവിന്റെ സംരക്ഷണ നടപടികൾ എന്തൊക്കെയോ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ആ സംരക്ഷണങ്ങളുടെ പേരില് അള്ളാഹുവിന് മനസ്സറിഞ്ഞ്, മനസ്സ് തണുത്ത് ഒരു ശുക്ർ പറയാൻ, ഒരു ഹംദ് പറയാൻ, അതിനവന്റെ മനസ്സ് പാകപ്പെടും. അപ്പൊ ഇത് രണ്ടും സാധ്യമാകണമെങ്കിൽ ഖുർആന്റെ പാരായണത്തിൽ ഒരു അക്ഷരം വിട്ടുപോകാതെ കൃത്യമായ പാരായണവും കൃത്യമായ അർത്ഥമനനവും, ഇത് രണ്ടും നടക്കണമെങ്കിൽ തർത്തീലായി പാരായണം ചെയ്യും. അവിടെയാണ് നിങ്ങൾ ഒരു സെഷൻ, ഖുർആൻ പ്രഭാഷണം എന്ന ഒരു സെഷൻ ഈ തർത്തീലിൽ ഒരുക്കിയിരിക്കുന്നത്. അത് ഖുർആന്റെ ആശയം പഠിക്കാനാണ്. ഞാൻ ഇന്നലെ റാസൽ ഹൈമയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവിടെ പങ്കെടുത്ത ആളുകൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ പറയാത്ത വിഷയങ്ങളാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനോട് കൂടെ നമുക്ക് 3 അദബുകളാണ് കീപ്പ് ചെയ്യാൻ. ഖുർആനോടുള്ള നമ്മുടെ ബാധ്യതകൾ 3 ഒന്ന് തിലാവത്തുൽ ഖുർആൻ, 2 ദിറാസത്തുൽ ഖുർആൻ, 3 ഇമാമത്തുൽ ഖുർആൻ. എന്ന് പറഞ്ഞാൽ അറബിയിൽ പറഞ്ഞപ്പോൾ ഉൾക്കൊണ്ടവരും ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അവർക്ക് വേണ്ടി ഒറ്റവാക്കിൽ വിശദീകരിക്കാം. ഖുർആൻ പാരായണമാണ് ഖുർആനോടുള്ള ഒന്നാമത്തെ ബാധ്യത. അവിടെ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല, വെറുതെ ഓതുക. ഒരക്ഷരത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും ഖുർആൻ ഓതിയാൽ ഒരക്ഷരത്തിന് 10 കൂലി ചുരുങ്ങിയത് കിട്ടും. വെറുതെ വായിച്ചാൽ മതി, അതിന് കൂലി കിട്ടും. ഇതാണ് തിലാവത്തുൽ ഖുർആൻ. പക്ഷെ ആ ഓത്തിനൊരു രീതിയുണ്ട്. അലിഫ് ലാം മീം, അത് ഓതാനൊരു രീതിയുണ്ട്. ആ പാരായണ രീതി ശാസ്ത്രപ്രകാരം തന്നെ ആയിരിക്കണം അത് ഓതേണ്ടത്. അപ്പൊ ഒന്നാമത്തത് തിലാവത്തുൽ ഖുർആൻ, രണ്ടാമത്തേത് ദിറാസത്തുൽ ഖുർആൻ. അതെന്താ? ഖുർആന്റെ ആശയ പഠനം, ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക. രണ്ടാം സ്റ്റെപ്പ് ഖുർആൻ പഠിക്കലാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ മദ്രസയിൽ പോയിട്ട് ആദ്യം പഠിച്ചത് എന്താ?
ഖുർആൻ ഓതാൻ അല്ലെ. അന്ന് അർത്ഥമൊന്നും അറിയില്ല. 2ാം ക്ലാസ് മുതൽ നമ്മൾ ആരംഭിച്ചതാണ്, നമുക്ക് അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളത് ഓതി പഠിച്ചതില്ലേ. മുത്തുനബി അങ്ങനെയാണോ? 40ാമത്തെ വയസ്സില് പെട്ടെന്നൊരു സുപ്രഭാതത്തില് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് ഓതുകയാണ്, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 40ാമത്തെ വയസ്സിൽ ഉമ്മിയായ, ഒരക്ഷരം എഴുതിയും വായിച്ചും പഠിച്ചിട്ടില്ലാത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വന്നിട്ട് വിളിച്ചങ്ങട്ട് പറയാണ്. എന്ത്? ഭ്രൂണശാസ്ത്രം വിളിച്ചു പറയണം. ആദ്യത്തെ 5 വചനങ്ങളിൽ, പ്രഥമ പഞ്ചവചനങ്ങളിൽ ഭ്രൂണശാസ്ത്രമാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. അടിവരയിടേണ്ട സ്ഥലമാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖ്, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്. എന്തൊരു അത്ഭുതമാണിത്! എന്നാണിത്? ഈ ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. കൃത്യമായിട്ട് ഖുർആൻ ഇറങ്ങി കൃത്യം 1000 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് മനുഷ്യന് കുഞ്ഞ് ജനിക്കുന്നത് ബാപ്പയുടെ ബീജത്തിൽ നിന്നാണ് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നു. അതുവരെ ഇവിടുത്തെ ഭൗതിക ശാസ്ത്രം പഠിപ്പിച്ചിരുന്നത് മനുഷ്യ കുഞ്ഞ് ജനിക്കുന്നത് ഉമ്മയുടെ, ഒരു കുട്ടി ഉണ്ടാകുന്നത് ഉമ്മയുടെ ആർത്തവരക്തത്തിൽ നിന്നാണ് എന്നായിരുന്നു അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തം. അതായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഖുർആൻ ഇറങ്ങിയ 1000 കൊല്ലം അത് നിലനിന്നിട്ടുണ്ട്. അന്നാണ് ഈ പറയുന്നത് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന്. ഇന്ന് ഏതെങ്കിലും ഒരാൾ മൂക്ക് കീപ്പോട്ടായ ഒരു സയന്റിസ്റ്റിനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചു തരുമോ ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത്? ആരും പറയില്ല. എല്ലാരും പറയും ഉപ്പയുടെ ബീജമാണ് കുഞ്ഞായി മാറുന്നത്. ശുക്ലത്തില്, ഒരു തുള്ളി ശുക്ലത്തില് ലക്ഷക്കണക്കിന് ബീജാണുക്കളുണ്ട്, അതിലൊന്നാണ്. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞതും. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംന. ഒരു തവണ സ്കലിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജകണമായിരുന്നില്ലേ ഈ മനുഷ്യൻ. എന്നിട്ട് ഇവൻ വളർന്ന് വലുതായി, അല്ലെ? അവന് കയ്യും കാലും ഒക്കെ മുളച്ച്, തലയൊക്കെ മുളച്ച് അവൻ ഭൂമിയിലേക്ക് വന്നു, വളർന്ന് വലുതായി, അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനായപ്പോ ഇവൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. അതിനെയാണ് ചോദ്യം ചെയ്തത് ഖുർആൻ. അലം യകു നുത്ഫതം മിൻ മനിയ്യിൻ യുംന. അവനെയാണ് ചോദ്യം ചെയ്യുന്നത് ഖുർആൻ. നീ ആരായിരുന്നടോ? ആരാണ് നിന്നെ ഈ പരുവത്തിലേക്ക് എത്തിച്ചതെന്ന് നിനക്കറിയോ? സ്രഷ്ടാവിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാകത്തിലേക്ക് നിന്നെ എത്തിച്ചവനെയാണ് നീ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് വന്നങ്ങ് ഓതി കേൾപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. 1ാം സ്റ്റെപ്പ് അതാണ്. ആശയം പഠിപ്പിക്കല്ല. നമ്മളും ചെയ്യുന്നത് അങ്ങനെയാണെന്നാ പറഞ്ഞത്. 2ാം ക്ലാസ്സിൽ നമ്മളൊക്കെ ഒരു സൂറത്ത്, അത് കുറച്ച് സങ്കീർണമായ സൂറത്തും കൂടെ ആണെങ്കിൽ അതൊക്കെ പഠിച്ചെടുക്കാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഏത് സൂറത്ത് പഠിച്ചപ്പോഴാണ് കഷ്ടപ്പെട്ടത്? എൻ്റെ ഓർമ്മ 2ാം ക്ലാസ്സിൽ നിന്ന്, മദ്രസയിൽ നിന്ന് വൈലുല്ലി കുല്ലി ഹുമസ പഠിക്കാനാണ് പ്രയാസപ്പെട്ടത്. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. കാരണം അതിൽ ആ ലാമ് കുറെ എണ്ണം ഒപ്പം വരുന്നുണ്ടേ. എങ്ങനെ പറഞ്ഞാലും തെറ്റും. എന്നിട്ട് ഉസ്താദ്മാരുടെ അടുത്ത് അടി കിട്ടി നമ്മൾ പിന്നെയും തെറ്റിച്ച് പറയുമ്പോ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇതൊരു കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് തവണ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. പറയും മോനെ എന്ന് പറയാം. എന്തൊക്കെ പറയാ കുട്ടി അല്ലെ? ആ കുട്ടി പറയുന്നത് എന്തൊക്കെ ആയിരിക്കും ഒന്നാലോചിച്ച് നോക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യല്? നമ്മളെ ഉസ്താദ് വൈലുല്ലി അതിങ്ങനെ പറയും. 10 വട്ടം അത് പറയിപ്പിക്കും. ഞങ്ങളെ ഉസ്താദ് അങ്ങനെ വൈലുല്ലി വൈലുല്ലി, പിന്നെ വൈലുല്ലി കുല്ലി, പിന്നെ അത് പറയിപ്പിക്കും. വൈലുല്ലി കുല്ലി വൈലുല്ലി കുല്ലി, ഇതിങ്ങനെ പറയും. ഹുമസത്തിൽ ലുമസ ഹുമസത്തിൽ ലുമസ, എന്നിട്ട് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഒപ്പാണ്. എത്ര ത്യാഗം! അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പിടിച്ചത് അല്ല. അള്ളാഹുവിന്റെ റസൂലിന് ആശങ്ക ഉണ്ടായിരുന്നു. ഞാനിത്
ജിബ്രീൽ ഇങ്ങനെ ഓതിത്തരുമ്പം ജിബ്രീലിന്റെ പാരായണത്തിൽ നിന്ന് ജിബ്രീൽ വിരമിച്ചാൽ ഞാൻ ഓതിക്കൊടുക്കണമല്ലോ. ഞാൻ ഓതിത്തരാം, കഴിഞ്ഞിട്ട് നിങ്ങൾ ഓതിയാ മതി എന്നാ പറയണത്. അപ്പോ ഉസ്താദിന്റെ പാരായണം കഴിഞ്ഞാൽ ശിഷ്യന് ഓതാൻ കിട്ടുമെന്നൊരു പേടി ഉണ്ടാവും. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് കൊണ്ട് അതിന്റെ റിഹേഴ്സൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജിബ്രീൽ എന്നോട് ചോദിക്കും എനിക്ക് കിട്ടുമെന്ന് അറിയണമല്ലോ. അപ്പൊ ജിബ്രീൽ ഓതി കൊടുക്കുന്ന ഭാഗം മറ്റത് കേൾക്കും വേണം, അടുത്തത് കേൾക്കും വേണം, ആദ്യത്തേത് എനിക്ക് കിട്ടുമെന്ന് ടെസ്റ്റ് ചെയ്യും വേണം. അപ്പോ നാവ് കൊണ്ട് അതിന്റെ റിഹേഴ്സൽ ഇങ്ങനെ നടത്തുമ്പോൾ നാവ് ഇങ്ങനെ ചലിപ്പിക്കുകയാണ്. എനിക്ക് പറയാൻ കിട്ടുമോ? അപ്പോഴാ അള്ളാഹു പറഞ്ഞത് നബിയെ ധൃതി പിടിച്ച് ഖുർആൻ ഓതാൻ വേണ്ടി തങ്ങള് ഒരിക്കലും എനിക്ക് ഈ ഖുർആൻ പാരായണം നടത്താൻ പറ്റൂല എന്ന് പേടിച്ച് ധൃതി കാണിച്ച് തങ്ങൾ അങ്ങയുടെ നാവ് ചലിപ്പിക്കരുത്. ശുദ്ധ ഖുർആന്റെ റിഹേഴ്സൽ തങ്ങൾ നടത്തേണ്ട കാര്യമില്ല. എന്തേ കാരണം? ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. എത്ര സങ്കീർണമായ ആയത്തുകളാണെങ്കിലും തങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നാ മതി. ടേപ്പ് റെക്കോർഡ് പോലെ. നമ്മളിപ്പോ മൊബൈലിൽ റെക്കോർഡർ ഓണാക്കി നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ വോയിസ് ഇട്ടു, ആ വോയിസ് നമ്മളാണ് പറഞ്ഞാൽ പിന്നെ അത് മുമ്പൊരു ഇങ്ങോട്ടേറ്റ് പറയും. നമ്മൾ പറഞ്ഞതുപോലെ പറയും. നബിയെ തങ്ങളുടെ മനസ്സിൽ ഈ അക്ഷരങ്ങളിൽ നിന്ന് ഒരു ഹറഫ് വീണു പോകാതെ ആ ഹറഫുകളെ മുഴുവൻ അങ്ങയുടെ മനസ്സിൽ സ്വരുക്കൂട്ടുന്ന ഉത്തരവാദിത്വവും വഖുർആനഹു, അതിനൊരു പ്രത്യേക താളവും രീതിയുണ്ട്. അതിന്റെ പാരായണ രീതിശാസ്ത്രം, ആ രീതിശാസ്ത്ര പ്രകാരം അത് പാരായണം ചെയ്യുന്ന കാര്യവും തങ്ങളെ കൊണ്ടത് പാരായണം ചെയ്യിപ്പിക്കുന്ന കാര്യവും ഹിഫ്ളാക്കിപ്പിക്കുന്ന കാര്യവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തങ്ങൾ എന്തിനാ പേടിക്കുന്നത്? കേട്ടവിടെ ഇരുന്നാ മതി. അല്ലാഹു പറയാ ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. അപ്പൊ നബി തങ്ങൾ കൂളായിട്ടിരുന്നു. ജിബ്രീൽ ഓതി കൊടുത്താൽ പിന്നെ അങ്ങോട്ട് ഓതുകയാണ്. എത്ര മനോഹരായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് തിലാവത്തുൽ ഖുർആനാണ്. അത് ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിൽ എന്നാ ഞാൻ പറഞ്ഞത്. ആദ്യം തിലാവത്താ പഠിക്കുന്നത്. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു സുമ്മ ഇന്ന അലൈന ബയാന. പിന്നീട് ഈ ഓതിത്തന്നതിന്റെ ഒക്കെ വിശദീകരണങ്ങൾ എന്തായിരിക്കും അതിലും തങ്ങൾ ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. അത് ആവശ്യമുള്ള നേരത്തെ ഞാനാണ് പഠിപ്പിച്ചു തരും. സുമ്മ ഇന്ന അലൈന ബയാന. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബത്ത് ഒന്ന് ചോദിക്കാൻ അവസരം കൊടുക്കൂല. അതിന് മുമ്പ് ഓരോന്നും അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ ഓതുക. ആ ഓത്ത് എത്ര പേര് ഓതി എന്നാണ് ആദ്യം ചോദിക്കാനുണ്ടായത്. സമയം വൈകുന്ന പേടിച്ചിട്ടാണ് ഞാൻ, കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ ഓതി വെച്ച ആയത്താണ് എന്റെ മർമ്മം. അതിലേക്ക് വരണമല്ലോ. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഖുർആന്റെ വാർഷികാഘോഷമായ ഈ റമദാനിൽ, ഷഹ്റു റമദാനിലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നല്ലേ, ഖുർആന്റെ വാർഷികാഘോഷമാണല്ലോ റമദാൻ. ഇതിൽ ഒരു തവണയെങ്കിലും ഈ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാൻ, ഓതി തീർക്കാൻ, പാരായണം ചെയ്തു തീർക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് നോമ്പാണ് സുഹൃത്തുക്കളെ നമ്മുടെ നോമ്പ്? 20 ജുസ് എങ്കിലും ചുരുങ്ങിയത് ഇന്നത്തേക്ക് തീർന്നവരൊന്ന് കൈപൊക്കണം എന്ന് പറഞ്ഞാൽ, പറയുന്നില്ല, ഞാൻ റാസൽ ടൈം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ കൈ പൊക്കണ്ട, മനസ്സിൽ പൊക്കിയാൽ മതി. കാരണം ഇവിടെ പരസ്യമായിട്ട് പൊക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കെയൊക്കെ പൊക്കാതിരിക്കാനും വിധി ഉണ്ടാവും. അവർ മാനം കെടണ്ടല്ലോ. ഒന്ന് മനസ്സിലൊന്ന് കൈപൊക്ക്. 20 അത് ഏറ്റവും ചുരുങ്ങിയതാണ്. പഴയ കാലത്തൊക്കെ ഒരു ഉമ്മയും ബാപ്പിയൊക്കെ 3 ഖത്തമായിരുന്നു റമദാൻ മാസത്തിൽ ഓതിയിരുന്നത്. 3 ഖത്തം ഓതാൻ ഒരുപാടൊന്നും ഓതണ്ട, 1.5 മണിക്കൂർ ഓതിയാൽ മതി ഒരു ദിവസം. 24 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂർ, 5-6 മണിക്കൂർ അതിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഓരോ ദിവസവും. ഫേസ്ബുക്ക്, യൂട്യൂബ്, അല്ലെ, വാട്സാപ്പ്, അതൊക്കെ ഉപയോഗിക്കണവര് ഒരു 5-6 മണിക്കൂറൊക്കെ അതിന് ചെലവാക്കുന്നുണ്ടാവില്ലേ? 6 ആവൂല, പറഞ്ഞതാ. 5-6 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. ഒരു 1.5 മണിക്കൂർ ഖുർആൻ ഓതാൻ നീക്കി വെച്ചിരുന്നെങ്കിൽ ഓരോ 10-ലും 13 30 അരമണിക്കൂർ കൊണ്ട് ഒരു ജുസ് ഓതാം, സുഖമായിട്ട് ഓതാം. അരമണിക്കൂർ കൊണ്ട് ഒരു ജുസ്. അപ്പൊ 1.5 മണിക്കൂർ ഓതിയാൽ 3 ജുസ് തീരും. 10 ദിവസം കൊണ്ട് ഒരു ഖത്മ് തീരും. 3 10-ൽ ഓരോ ഖത്മുകൾ തീരും. 3 ഖത്മ്. ഞാൻ പറയുന്നത് അതും അവിടെ നിൽക്കട്ടെ. ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ 20 ജുസ് തീരൂലായിരുന്നോ? റമദാൻ കഴിയുമ്പോഴേക്കും 30 ജുസ് തീർന്ന് ഒരു ഖത്മ് പൂർത്തീകരിച്ചുകൂടായിരുന്നോ? അതെങ്കിലും വേണം. ഇല്ലാത്തവരുണ്ടെങ്കിൽ
അവരോട് പറയാണ്, സമയം അതിക്രമിച്ചിട്ടില്ല, ഇനിയുണ്ടല്ലോ ഒരു 9-10 ദിവസം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു 3 ജുസ് വീതം, ഒരു 1.5 മണിക്കൂർ വീതം ഇനി പിടിച്ചാലും ഈ റമദാനില് ഖുർആൻ ഓതി എന്ന ആത്മനിർവൃത്തി നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമത്തെ ബാധ്യത അതാണ്, ഖുർആൻ ഓതുക. അതിന് ബഹുമാനങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. 2, ഖുർആൻ പഠിക്കുക. ഇത് വലിയൊരു സംഭവമാണ്. എനിക്കിത് പറയുമ്പോൾ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ അള്ളാഹു ചെറിയൊരു തൗഫീഖ് തന്നു. അതൊരു ചെറിയ സംഗതിയല്ല, വലുതാണ്. ചെറുതൊന്നുമല്ല. ജനങ്ങൾ അവസരം തന്നതുകൊണ്ട് എനിക്ക് അതിലേക്ക് കയറി വരാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. അള്ളാഹു തൗഫീഖ് തന്നതുകൊണ്ട്, അള്ളാഹു തൗഫീഖ് തന്നതുകൊണ്ടാണ് ജനങ്ങൾ അവസരം തന്നത്. 23 കൊല്ലം മുമ്പ് കൊണ്ടോട്ടി മസ്ജിദുൽ ഫതഹിൽ ആരംഭിച്ച ക്ലാസ്, നമ്മുടെ മൊയ്തീൻകുട്ടി സഖാഫിയൊക്കെ എൻ്റെ അടുത്ത് ഓതി പഠിക്കുന്ന കാലം, അന്ന് തുടങ്ങിയതാ ക്ലാസ്. അന്ന് തുടങ്ങിയതായിരുന്നു. എൻ്റെ 24ാമത്തെ വയസ്സിൽ, ഞാൻ 21ാമത്തെ വയസ്സിൽ മജ്മഅയിൽ സഖാഫിയായി വന്ന് മുദരിസായി കയറിയിട്ടുണ്ട്. 24ാമത്തെ വയസ്സിൽ ആരംഭിച്ച ക്ലാസ് ഇപ്പൊ 47 വയസ്സായി. ഇപ്പോഴാണ് അതിന്റെ ഒരു ഖത്മ് തീർന്നത്. 9 പേരെ കൊണ്ട് തുടങ്ങി 560ഓളം പേര് കഴിഞ്ഞ മാസം ജാമിഉൽ ഫുതൂഹിൽ സുൽത്താനുൽ ഉലമയുടെ ചാരത്തേക്ക് ഞങ്ങൾ സുബഹി നിസ്കരിക്കാൻ എത്തി. എല്ലാ ഞായറാഴ്ചയാണ് ആ ക്ലാസ്. ഒരു ഞായറാഴ്ച സുബഹി നിസ്കരിക്കാൻ ഉസ്താദിന്റെ അടുത്തെത്തി. നോളജ് സിറ്റിയിൽ ജാമിഉൽ ഫുതൂഹിൽ ഒരുമിച്ചിരുന്ന ഉസ്താദ് പൊട്ടിക്കരഞ്ഞു സന്തോഷം കൊണ്ട്. ഒരൊറ്റ മജ്ലിസ്, ഒരു അധ്യാപകൻ, ഒരു ഓഡിയൻസ്, 23 കൊല്ലം സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി തീർക്കാൻ കഴിവും, പരിചയപ്പെടുത്താൻ, ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ബറക്കത്തിനെങ്കിലും അവസാനിപ്പിക്കാൻ ആർക്കും കഴിയൂല. ചർച്ച ചെയ്തു ബറക്കത്തെടുത്തു, അത്രേ പറയാൻ പറ്റുള്ളൂ. 23 കൊല്ലം കൊണ്ട് ആ ഖുർആൻ ഇറങ്ങിയത്. ആ 23 കൊല്ലം കൊണ്ട് ഖുർആൻ സാധാരണക്കാരെ പഠിപ്പിക്കാൻ അല്ലാഹു ഒരു അവസരം നൽകിയതുകൊണ്ട് ഞാൻ പറയാം, ഇതിന് അവസരം RSC ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എല്ലായിടത്തും കേട്ടത്. നിങ്ങളുടെ ഇവിടത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഉസ്താദുമാരെ ഉപയോഗിച്ച്, ഇനി സോഷ്യൽ മീഡിയയിലും അതിനൊക്കെ അവസരമുണ്ട്, ഉസ്താദുമാരെ ഉപയോഗിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ ആശയങ്ങൾ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതുപോലെ പഠിക്കാം. ഇനി ഫിഖ് പഠിച്ചാലും ഹദീസ് പഠിച്ചാലും തസവ്വുഫ് ക്ലാസ് പഠിച്ചാലും ഒക്കെ ഖുർആൻ പഠിക്കൽ തന്നെ കേട്ടോ. ഒക്കെ ഖുർആന്റെ ആശയം, അതൊക്കെ ഖുർആന്റെ വിശദീകരണമാണ്. ഇനി ഖുർആൻ തന്നെ മലർത്തി വെക്കുന്നു, ഖുർആൻ തുറന്നു വെച്ചിട്ട് ഖുർആൻ ഓതുന്നു. 2ാമത്തെ ഖത്മ് ഞാൻ വീണ്ടും അവിടെ പുനരാരംഭിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മുതലായി എന്ന് തോന്നിയ ഒരു സദസ്സാണ്. എല്ലാ ഞായറാഴ്ചയും ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളും അതുപോലെ സ്ഥിരം ഒരു ഖുർആൻ പഠിതാവായി മാറണം. ഞാൻ ഇപ്പോഴും പഠിതാവാണ്. എനിക്ക് പുതിയ പുതിയ അർത്ഥതലങ്ങൾ, ഇന്നലെ നോക്കിയപ്പോഴും ഒരുപാട് ആയത്തുകൾക്ക് പുതിയ അർത്ഥം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ പറയേണ്ടത് എന്ന് ആലോചിച്ചപ്പോ ഖദ് അഫ്ലഹ മൻ തസക്ക അത് ഓതാമെന്ന് കരുതി. ഇന്നലെ അവിടെ ഓതിയത് റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന ആയത്താണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ആ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. 1 തിലാവത്തുൽ ഖുർആൻ, യത്ലു അലൈഹിം ആയാതിക. 2 വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ പഠിക്കുക. 3 വയുസക്കീഹിം, ഖുർആൻ നമ്മളെ സംസ്കരിക്കണം. ഖുർആൻ സംസ്കരിക്കണം. ഖുർആൻ കൊണ്ട് സംസ്കരണം ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഇമാമത്തുൽ ഖുർആൻ, ലീഡർഷിപ്പ് ഖുർആൻ വിട്ടുകൊടുക്കണം. ആരാ നിന്റെ ഇമാമ്? ആരാ നിന്നെ ലീഡ് ചെയ്യുന്നത്? നീ പലിശയുമായി ഇടപെടാറുണ്ടോ? ഇല്ല. അൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണ്. എന്റെ ഇമാമ് പറയുന്നു പലിശയായിട്ട് ബന്ധപ്പെടരുത്, വ്യഭിചരിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, സാമ്പത്തിക ചൂഷണങ്ങളുമായിട്ട് അടുക്കാറില്ല. എന്തേ കാരണം? എന്റെ ഖുർആൻ അത് യഹ്ദീലില്ലത്തിഹി അഖ്വം, ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് എനിക്ക് ഗൈഡൻസ് നൽകുക. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഏർപ്പാടുകളിൽ ഒന്നും പെടാത്തത് എന്ന് പറയാൻ എന്നാണോ നമുക്ക് പറ്റുന്നത്, അന്നാണ് നമ്മുടെ ലീഡർഷിപ്പ് ഖുർആന് വിട്ടുകൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ ലീഡർ ഖുർആനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 3 നമ്മൾ പാലിക്കണം. അതിൽ 3ാമത്തതാണ് ആശയം തിരിഞ്ഞെങ്കിൽ മാത്രം നടക്കുന്ന കാര്യം. 3ാമത്തത് ആശയം തിരിഞ്ഞാൽ മാത്രം നടക്കുള്ളൂ. ഖുർആൻ കൊണ്ട് സംസ്കരണം ലഭിക്കണമെങ്കിൽ നമുക്ക് ഖുർആന്റെ ആശയം എന്താന്ന് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് ഖുർആൻ എന്നല്ല, മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും, ഞാൻ
കൃത്യം 6:20 പരിപാടി അവസാനിപ്പിക്കും. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം, സമാപനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ എന്നല്ല, അള്ളാഹു ഇറക്കിയ സകലമാന ഗ്രന്ഥങ്ങളിലും സകല ഏടുകളിലും അള്ളാഹു 4 കിതാബും 100 ഏടും അല്ലേ ഇറക്കിയത്? അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അതല്ലേ? 1,24,000 അധ്യാപകരിലൂടെ അള്ളാഹു ഈ ലോകത്തിന് കൈമാറിയത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പിന്നെ 1,24,000 ഏടും കിതാബും ഒക്കെ വേണ്ടേ? എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും കൊടുത്തിട്ടില്ല ഏടും കിതാബും, എല്ലാവർക്കും ഏടും കിതാബും കൊടുത്തിട്ടില്ല. പക്ഷെ അവരെയൊക്കെ ഈ ഏടിലും കിതാബിലുള്ളതാ പഠിപ്പിച്ചത്. 1,24,000 പ്രവാചകന്മാരിലൂടെ, അധ്യാപകരിലൂടെ ഈ ലോകത്തിന് അല്ലാഹു തആല കൈമാറി തന്ന റിസാലാത്ത്, സന്ദേശങ്ങള്, അത് 100 ഏടും 4 കിതാബുമാണ്. അതിലൊക്കെ ഉള്ള വിഷയം അപ്പോഴല്ലേ നമുക്ക് ഖുർആൻ അങ്ങോട്ട് പൂർത്തിയാകാം. ഖുർആനിലും ഉണ്ട്, തൗറാത്തിലും ഉണ്ട്, ഇഞ്ചീലിലും ഉണ്ട്, സബൂറിലും ഉണ്ട്, ശീസ് നബിന്റെ ഏടിലും ഉണ്ട്, ഇദ്രീസ് നബിന്റെ ഏടിലും ഉണ്ട്, ആദം നബിയുടെ ഏടിലും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു വിഷയമല്ലേ നമുക്ക് ഈ ക്ലാസ് പഠിക്കാൻ പറ്റിയത്? അതെ, അത് ആറ്റി കുറുക്കിയാണ് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പറയാം. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. ഇതാണ് ഖുർആൻ ചുരുക്കി എഴുതിയാൽ ഇത്രയേ ഉള്ളൂ. തൗറാത്ത് ചുരുക്കി എഴുതിയാലും ഇത് തന്നെയാണ്, സബൂർ ചുരുക്കി എഴുതിയാലും ഇത് തന്നെയാണ്. 100 ഏടും 4 കിതാബും ചുരുക്കി എഴുതുകയാണെങ്കിൽ ഈ 4 വാചകത്തിൽ അവസാനിപ്പിക്കാം. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. അർത്ഥം എന്താന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹിമ വ മൂസ. ഇബ്രാഹിം നബിയുടെ ഏടിലും മൂസ നബിയുടെ ഏടിലും. ഇബ്രാഹിം നബിക്ക് ഏടാ കിട്ടിയിരുന്നത്, മൂസ നബിക്ക് കിതാബുവാ കിട്ടിയത്. അതിനൊക്കെ അപ്പൊ എല്ലാ ഏടും കിതാബും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സുഹുഫ് എന്ന് പറയുന്നത്. മുൻകഴിഞ്ഞ വേദങ്ങളിലൊക്കെ ഇതുണ്ട്. എന്നിട്ട് അതിൽ 2 പ്രത്യേകം എടുത്തു പറഞ്ഞു, ഏടിനൊരു പ്രതിനിധിയെയും കിതാബിനൊരു പ്രതിനിധിയെയും. സുഹുഫ് ഇബ്രാഹിമ വ മൂസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാന്മാര് പറഞ്ഞത്, മുൻകഴിഞ്ഞ എല്ലാ ഏട്ടിലും കിതാബിലും, ഒന്നും കൂടെ പറഞ്ഞാൽ 100 ഏടിലും 4 കിതാബിലും 1,24,000 പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഈ ലോകത്തിന് പഠിപ്പിച്ച സന്ദേശം 4 സ്റ്റേറ്റ്മെന്റുകളാണ്. എന്താണത്? ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. ഇത്രയും പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ 4 ആയത്തുകൊണ്ട് എല്ലാം. അതൊന്നും മനോഹരമായിട്ട് നമുക്കതിന്റെ ചെറിയൊരു ആശയം പറയാം. 10 മിനിറ്റേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ പറയാം. ഖദ് അഫ്ലഹ മൻ തസക്ക. നിങ്ങൾ അത് ആ ഒരു നിലക്ക് ഉൾക്കൊള്ളണേ. അതിനാണ് പറയുന്നത്, ഖൽബിൻ ആത്മവിശുദ്ധി നേടിയവൻ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു. ആദ്യത്തെ പ്രസ്താവന, ഖൽബ് നന്നായവൻ വിജയിച്ചിരിക്കുന്നു. സംസ്കരണം ലഭിച്ചവൻ നന്നായി വിജയിച്ചിരിക്കുന്നു. അപ്പൊ ആരാ വിജയിച്ചത്? ഇഹത്തിലും പരത്തിലും വിജയിച്ചത് മൻ തസക്ക, ആത്മവിശുദ്ധി നേടിയവനാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞു, മൻ തസക്ക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മൻ തതഹറ ഖൽബുഹു എന്നാണ്. ഖൽബ് നന്നാവുക, ഖൽബ് ശുദ്ധിയാവുക, തസ്കിയത്ത് നേടുക, അതാ തസക്ക എന്ന് പറഞ്ഞ. വദകറ ഇസ്മ റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ നാമങ്ങൾ അടയാളപ്പെടുത്തുന്ന സംസാരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. എന്റെ കൃത്യമായ അർത്ഥമാണ് ആ പറഞ്ഞത്. അവന്റെ രക്ഷിതാവിന്റെ നാമങ്ങളെ മാത്രം അടയാളപ്പെടുത്തുന്ന സംസാരം നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ ഖൈർ മാത്രം പറയുന്നവൻ, പടച്ചോം പറ്റുള്ള സംസാരം മാത്രം നടത്തുന്നവൻ. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല, എന്നിട്ട് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ നിസ്കാരം നിർവഹിച്ചവൻ, ഇവൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ എന്തായിപ്പോ? ഖൽബ് നന്നാവണം, നാവ് നന്നാവണം, പ്രവർത്തനവും നന്നാവണം. ഈ 3 കാര്യം അപ്പൊ ഈ പറഞ്ഞത്. മനസ്സ വാച കർമ്മണ, ഒരാൾ എന്നാണോ വിശുദ്ധി നേടിയത് അവൻ രക്ഷപ്പെട്ടു. ഇതാണ് 100 കിതാബ് ഏടിലും 4 കിതാബിലും പറഞ്ഞത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല
ബൽ തുസിറൂന, ഞാൻ അതിന്റെ എന്തുകൊണ്ട് ഇത് നേടാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ് നമുക്കിത് നേടാൻ പറ്റാതെയായത്, എവിടെയാണ് നമ്മൾ റൂട്ട് തെറ്റിയത്, എവിടെയാണ് നമ്മൾ ട്രാക്ക് തെറ്റിയത്, അത് പറയാണ് ബൽ തുസിറൂന ഹയാത്ത ദുനിയ. അതിന് മുമ്പ് ഇതൊന്ന് ആലോചിച്ച് നോക്ക്. മനസ്സ വാച കർമ്മണ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, മൂന്നുമായി. അതിലാദ്യം വേണ്ടത് ഖൽബ് നന്നാവണം. ഖൽബ് നന്നാവണം. ഖൽബ് നന്നാവുക കാരണം എന്താണ്? പോരില്ലാത്ത ഹൃദയം, കുറുമ്പില്ലാത്ത ഹൃദയം, ബിദ്അത്തില്ലാത്ത ഹൃദയം, കുഫറില്ലാത്ത ഹൃദയം, ഇതുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര ആളുകൾക്ക് മനസ്സ് നന്നാകാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നാവ് നേരെയാക്കാൻ വലിയ പണിയൊന്നുമില്ല, പ്രവൃത്തികൾ നേരെയാക്കാനും വലിയ പണിയൊന്നുമില്ല. ഈ മനസ്സ് നേരെയാക്കണമെങ്കിൽ നല്ല ശ്രമകരമായ പണി തന്നെ വേണം. മനസ്സ് നേരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ബാലൻസിൽ നിൽക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ റമളാൻ വ്രതം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സ് നേരെയാക്കലാണ്, സൂക്ഷ്മത ഉള്ളവരായി തീരണം എന്നുള്ളതാണ്. ലഅല്ലക്കും തത്തഖൂൻ അല്ലേ സിയാമിന്റെ ലക്ഷ്യം പറഞ്ഞത്, നോമ്പിന്റെ ലക്ഷ്യം പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് എത്തണം, മനസ്സ് നേരെയാവണം. അതിന് മനസ്സ് നേരെയാവുന്നതിന്റെ അടിസ്ഥാന വിഷയം എന്താന്ന് വെച്ചാൽ ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിന് വിശ്വസിച്ചെങ്കിലേ മനസ്സ് ശരിയാവുള്ളൂ. ബാക്കി ഇപ്പൊ കുറുമ്പും കുശുമ്പും ഒന്നുമില്ല, നല്ല മനുഷ്യനാണ്, നല്ല നമ്പൂരിയാണ്. ആരോടും കുറുമ്പില്ല, കുശുമ്പില്ല, ദുശീലങ്ങളൊന്നുമില്ല, പുകവലി പോലും ഇല്ല, ഒക്കെ റെഡിയാണ്. ഒരു നല്ല നമ്പൂരി, നല്ലൊരു നായർ എന്നൊക്കെ പറയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സ് നന്നായോ? ഇല്ലേ. മനസ്സ് നന്നാവണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. അതാണ് അടിസ്ഥാനം, അസാസ്. അതാണ് തസ്കിയത്തിന്റെ അസാസ്, അതിന്റെ ബേസ് അത് ഈമാനാണ്. അതില്ലേ നടക്കൂല. അതിലും ഒരു ഭാഗമായാൽ മതിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതിയോ? പോരാ, മുഹമ്മദ് റസൂലുള്ളാഹി വേണം. ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം പറഞ്ഞാലും മുസ്ലിം ആവില്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറയാതെ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരെ പറ്റി നമ്മളിപ്പോ മജ്മയിലെ കുട്ടികളുടെ കൂടെ ഒരു ഉത്തരേന്ത്യൻ പര്യടനം നടത്തിയിരുന്നു. അവിടെ നമ്മളെ കുട്ടികൾ 3 ഗ്രാമങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അരീക്കോട് മജ്മയിലെ മക്കള് സിദ്ദീഖികൾ വളരെ വിജയകരമായിട്ട് ആ സംഗതികൾ നടത്താൻ കഴിയുന്നുണ്ട്. ആ പോയ മക്കളും അതിൽ നല്ല സമർത്ഥരാണ്. ഞാൻ പറഞ്ഞത് കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അന്ന് അവിടെ അലിഗഡിലേക്ക് സാധുവായി എനിക്കൊരു ചെറിയ ക്ഷണം കിട്ടിയിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ വിളിച്ചു. അലിഗഡിൽ ഒരു പള്ളിയിൽ ഇന്ന് റസാഖാന്റെ ആണ്ടാണ്, അപ്പൊ അഹമ്മദ് റസാഖാന്റെ ആണ്ടിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അഹമ്മദ് റസാഖാനെ പറ്റി അന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പറ്റി ഒന്നിങ്ങനെ വായിച്ചപ്പോൾ അന്ന് കണ്ടത് ഈ അഹമ്മദ് റസാഖാൻ ഹുബ്ബുർ റസൂലും മഹബ്ബത്തുർ റസൂലും ഇങ്ങനെ പറഞ്ഞിട്ട് മദ്ഹുർ റസൂലും പറഞ്ഞിട്ട് ആളുകൾ എങ്ങനെ ആവേശം കൊള്ളിക്കുകയാണല്ലോ. അപ്പൊ ശത്രുക്കൾ പറഞ്ഞു, ഈ അഹമ്മദ് റസാഖാൻ മഹബ്ബത്തുർ റസൂല് ഹുബ്ബുർ റസൂല് ഇഷ്ക് ഇഷ്ക് എന്ന് പറഞ്ഞ് അള്ളാനെ മറന്നുപോയിരിക്കുന്നു. നമ്മളെ കൂട്ടത്തിലും ചിലർ പറയാറുണ്ട്, സുന്നികൾ ഇങ്ങനെ നബി റസൂൽ എന്ന് പറഞ്ഞ് ഇവർക്ക് അള്ളാനെ മറന്നു പോയിരിക്കുന്നു. ഇവര് അവർക്ക് മനോഹരമായി മറുപടി പറയുന്നുണ്ട് ആര്? ഇമാം അഹ്മദ് റസാ ഖാൻ. ഞാനത് വായിച്ചപ്പോൾ അല്ലാതെ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ശത്രുക്കൾ എന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് കേട്ടു. ഞാൻ മഹബ്ബത്തുർ റസൂല് പറയുന്നത് കൊണ്ട് എനിക്ക് പടച്ചോനോട് സ്നേഹമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു മുത്തുനബിയെ മഹബത്ത് വെച്ച് വർത്താനം പറയുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് എപ്പോഴും റസൂലുള്ളാഹിന്റെ മദ്ഹ പറയും. എന്തോ ഒരു അല്ലെ, അള്ളാഹ്ക്ക് അതല്ലേ പറയാനുണ്ട്. അത് മുഴുവനും നബിയാണ്. അതൊക്കെ മുത്തുനബിയോടാണ് ഈ അഡ്രസ്സിങ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അള്ളാഹ് സംസാരിക്കുന്ന ഒരു സൂറത്ത് മുഴുവൻ മുത്തുനബിക്ക്. അലം നശ്റഹ് ലക ആരോടാ? മുത്തുനബിയോട്. സദ്റക മുത്തുനബിയോട്. വവളഅനാ അൻക മുത്തുനബിയോട്. വിസ്റക മുത്തുനബിയോട്. അല്ലദീ അൻഖല ലഹ്റക മുത്തുനബിയോട്. എങ്ങനെ വറഫഅനാ ലക ദിക്റക കണ്ടോ? 2 സൂറത്ത് മുഴുവനും മദ്ഹുർ റസൂൽ. പിന്നെ എങ്ങനെയാ ഞാൻ ഈ പണി നിർത്തുക ചോദിക്കുന്നത് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പടച്ചോനോട് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ചിലർ.
അത് വെറുതെയാണ്. റിസാലത്തിൽ നിന്ന് തൗഹീദും തൗഹീദിൽ നിന്ന് റിസാലത്തും അടർത്തി മാറ്റാൻ പറ്റില്ല. ബഹുമാനപ്പെട്ടവർ പറയണം. എന്നിട്ട് അദ്ദേഹം ആ കൗമിനോട് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നെഞ്ചു പിളർക്കണം, എന്നിട്ട് എന്റെ കൽബ് പുറത്തെടുക്കണം, എന്റെ ഹൃദയം. ചെറിയ കഷ്ണല്ലേ, അത് നേരെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് വീതിക്കുക, നേർ പകുതിയായിട്ട് 2 കഷ്ണം വിട്ട് അദ്ദേഹം പറയാണ്, അഗർ തും മേരാ ദിൽ ദോ ടുക്ഡേ കരോ തോ, നിങ്ങൾ എന്റെ ഹൃദയം 2 കഷ്ണമാക്കിയാൽ ഏക് പർ ലാ ഇലാഹ ഇല്ലല്ലാഹ് और दूसरे पर മുഹമ്മദുർ റസൂലുള്ളാഹ് ലിഖാ ഹോഗാ. ഒന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും മറ്റേ കഷ്ണത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് വെട്ടി പൊളിച്ച് പരിശോധിച്ചോ. പറയണം, മനസ്സിന്റെ ധൈര്യമാണോ? മനസ്സിന്റെ ധൈര്യമാണോ? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ തൗഹീദ്, സൂറത്തുൽ തഫ്രീദ് എന്നൊക്കെ പേരുള്ള അധ്യായമാണ് ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ തൗഹീദ്, സൂറത്തുൽ തഫ്രീദ്, സൂറത്തുൽ ഈമാൻ, ഇതൊക്കെ ഇതിന് പേരുണ്ട്. ഒരുപാട് പേരുകൾ റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആയിര് പറയേണ്ടത് എന്താണ് തൗഹീദ് അല്ലേ? തൗഹീദ് മാത്രം. എന്നാലും ഈ സൂറത്തുൽ തൗഹീദിൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ തൗഹീദാണ്. അല്ലാഹു സമദ് എന്ന് പറഞ്ഞത് ഏതാണ്? തൗഹീദാണ്. ലം യലിദ്, അള്ളാഹ്ക്ക് മക്കളില്ല എന്ന് പറഞ്ഞതും തൗഹീദാണ്. വലം യൂലദ്, അള്ളാഹ്ക്ക് മമ്മി ബാപ്പില്ല എന്ന് പറഞ്ഞതും തൗഹീദാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ സമാനരായ ആരുമില്ല എന്ന് പറയുന്നതും തൗഹീദാണ്. ഒക്കെ തൗഹീദാണ്. ഒക്കെ അല്ലാഹു അഹദ് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആശയം. പക്ഷെ എന്റെ ചോദ്യം, ഈ സൂറത്തു തൗഹീദ് തുടങ്ങിയത് ഖുൽ എന്ന വാചകമാണ്. ഖുൽ എന്ന വാചകം കൊണ്ടാണ്. അത് തൗഹീദോ റിസാലത്തോ? റിസാലത്താണ് അല്ലേ? നബിതങ്ങളോട് അല്ല പറയാ, ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇപ്പൊ ഗാന്ധിജി നല്ല ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് കണ്ടെത്തി അള്ളാഹു ഏകനേ ഉള്ളൂ. ഐൻസ്റ്റീൻ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ട് അള്ളാഹു ഏകനാണെന്ന് കണ്ടെത്തി. ബർണാഡ് ഷോ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ട് അള്ളാഹു ഏകനാന്ന് കണ്ടെത്തി. എന്നിട്ട് ഈ 3 പേരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മുസ്ലിം ആകുമോ? ഇല്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കൂടെ പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ബോധ്യപ്പെട്ടത് ഈ സന്ദേശം, ഈ മെസ്സേജ് എന്നിലേക്ക് കൈമാറാൻ വേണ്ടി നീ പറഞ്ഞയച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ എന്തിനാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞത്? നബിയെ തങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് ഉമ്മത്തിന് ബോധ്യപ്പെടണം അവന്റെ പേരാണ് മുസ്ലിം. അപ്പൊ തൗഹീദിനോടൊപ്പം റിസാലത്തുണ്ട്. പിന്നെ എവിടെ നിങ്ങൾ എന്നെ ഇത് രണ്ടാക്കി വകതിരിക്കാൻ വരുന്നത് എന്ന് മഹാനവറുകൾ ചോദിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് സുന്നിയാവണം. അതാണ് ഹൃദയത്തിന്റെ ഒന്നാമത്തെ ആത്മവിശുദ്ധി. ഹൃദയവിശുദ്ധിയുടെ 1ാം സ്റ്റെപ്പ് അതാണ്. അത് RSCയുടെ പ്രവർത്തകർക്ക് എന്നും സാധ്യമാണ്. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. പിന്നെ നാവ് നന്നാവണം. നല്ലത് മാത്രം പറയാം. ഖുർആനോത്, ദിക്റിയല്ല, നല്ലത് മാത്രം പറയാം. നല്ലത് മാത്രം പറയാനല്ലേ നോമ്പ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. പഴയ കാലത്തൊക്കെ ബനു ഇസ്രായേലിലെ നോമ്പ് തന്നെ എന്തായിരുന്നു? ബനു ഇസ്രായേൽ നമ്മളെ നോമ്പ് പറഞ്ഞപ്പോ എന്താ? നമ്മളെ നോമ്പ് എന്ന് പറഞ്ഞാൽ സുബഹി മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഏത് ചെയ്യാം? ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, പല ഷഹുവത്തുകളും ഉപേക്ഷിച്ച് ജീവിക്കുക അല്ലെ? എന്നാൽ വർത്തമാനം പറയുന്നതിന് തടസ്സമുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചു നോമ്പ് കാത്തിലാവോ? ഇല്ല. പക്ഷേ ബനു ഇസ്രായേലിലെ നോമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ബനു ഇസ്രായേലുകാരുടെ നോമ്പിന് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. അവരുടെ നോമ്പ് തന്നെ ഏതായിരുന്നു? മൗനവ്രതമായിരുന്നു. മൗനവ്രതമായിരുന്നു ബനു ഇസ്രായേൽ ഉണ്ടായിരുന്നത്. എന്തേ കാരണം? നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ്നോട് മാത്രം സംസാരിക്കാൻ പഠിപ്പിക്കല, മനുഷ്യനോട് സംസാരിക്കാത്ത ഒരു ദിവസം. അതാണ് അവരുടെ നോമ്പ്. മനുഷ്യനോട് സംസാരിക്കാത്ത ദിവസമാണ് അവരുടെ നോമ്പ്. അങ്ങനെയാണ് അവരുടെ നോമ്പിന് ഏത് പേര് വന്നത്? മൗനവ്രതം എന്ന പേര് വന്നത്. അതാണ് സത്യത്തിൽ നമ്മളെയും ശീലിപ്പിക്കുന്നത്. പക്ഷെ നമുക്കത് ഒന്ന് ആ ടൈറ്റ് ഒന്ന് കുറച്ചു. നല്ല കാര്യങ്ങളാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ മിണ്ടാൻ തന്നെ പറ്റൂലായിരുന്നു. മനുഷ്യ മക്കളോട് മിണ്ടാനേ പറ്റൂല നോമ്പ് വെച്ച് കഴിഞ്ഞാൽ. ബനു ഇസ്രായേൽ അങ്ങനെയാണ്. മൗനവ്രതം ആചരിച്ചു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അതാണല്ലോ മറിയം ബീവി ആ കുട്ടിനിയായിട്ട് വരുമ്പോ മറിയം ബീവിനോട് അള്ളാഹ് പറയാൻ പറഞ്ഞത്. മറിയം ബീവി പറഞ്ഞു എന്ത്? ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഞാൻ പടച്ചോനെ നോമ്പ് വെൽക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. എനിക്കിന്ന് വ്രതമാണ്. വ്രതമുള്ളത് കൊണ്ട് ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഇന്ന് ഞാൻ ഒരു മനുഷ്യ കുട്ടിയോടും സംസാരിക്കൂല.
അതിന്റെ അർത്ഥം എന്താ? ഇന്ന് പഠിച്ചവനോട് മാത്രം സംസാരമുള്ള ദിവസമാണ്. അപ്പൊ അവരുടെ നോമ്പിന്റെ രീതി അതായിരുന്നു. അള്ളാഹിനോട് മാത്രം സംസാരിക്കുന്ന ദിവസമാണ് അവരുടെ നോമ്പ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ നോമ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്, കൂടുതൽ ടൈറ്റ് ആകുമായിരുന്നു. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നല്ലതൊക്കെ പറഞ്ഞോ, എന്നാലും വേണ്ടാത്തരം നോമ്പിനെ ഒഴിവാക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഹൃദയവും നാവും കർമ്മവും മൂന്നും നന്നാവണം. മനസ്സാ വാച കർമ്മണ. നിങ്ങളൊക്കെ വിശുദ്ധി നേടി രക്ഷപ്പെടാൻ ശ്രമിക്കണേ. ഇതാണ് 108ലും 4 കിതാബിലും അള്ളാഹുവിനെ ചുരുക്കി പറയാനുള്ളത്. ഈ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.